കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന മൂർത്തി മുത്തശ്ശൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ തീരുമാനത്തിന് കാരണക്കാരിയായത് ജലജയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അഭി നവ്യക്കിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ നവ്യനെ പുറത്താക്കാനായിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ അഭി മെനയുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു നയനെ പറഞ്ഞതിന് ശേഷം മൂർത്തി മുത്തശ്ശൻ അങ്ങനെ ആഹാരം കഴിക്കാന്ന് പറയണം. മുത്തശ്ശനാണെങ്കിൽ ഇനി ഞാൻ ആഹാരം കഴിക്കില്ല, മെഡിസിൻ കഴിക്കില്ല ഒരേ തീരുമാനത്തിലായിരുന്നു. പക്ഷെ നയനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് മുത്തശ്ശന് നയനെ. ആ റൂമിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ആദർശ് അവിടെ ഉണ്ടായിരുന്നു. ആദർശ് വന്ന് നയനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ നയന പറഞ്ഞു, എന്നോട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തിനാ താങ്ക്സ് പറയണേ? ഇതിപ്പം എന്റെ കടമയാണ് മുത്തശ്ശനെ രക്ഷിക്കാന്നുള്ള. മുത്തശ്ശൻ ഫുഡൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? മുത്തശ്ശൻ ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുത്തശ്ശനോടൊപ്പം നിൽക്കേണ്ട എന്റെ കടമയാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല ആദർശേട്ടാ. എനിക്ക് സങ്കടം വന്നത് ആ നമ്പർ ബ്ലോക്ക് ചെയ്തില്ലേ, അതുകൊണ്ടാന്ന് പറയണേ. സോറി, എന്നോട് ക്ഷമിക്കുക, എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ ആദർശ് പറയാണ്. നയന പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ക്ഷമിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഫോട്ടോ നിലത്തിട്ട് ചവിട്ടിയത് അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നോട് എന്ത് ദേഷ്യം ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഒരിക്കലും നമ്മൾ ആ ഫോട്ടോ അങ്ങനെ ചവിട്ടുകയോ കീറിക്കളയോ ചെയ്യരുത്. അത് മാത്രം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായെന്ന് പറയണം. ആദർശിന് മനസ്സിലായി ഇവളുടെ മനസ്സിന്റെ നന്മ. അത് മാത്രമല്ല, നയന പറയുകയും ചെയ്തു, ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ ത്യാഗം ചെയ്തത്, ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ആ സമയത്ത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ജീവൻ അപകടത്തിലാവുമായിരുന്നു. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക ആദർശേട്ടാ. ആദർശേട്ടൻ്റെ മനസ്സ് ഇത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പലതവണ ഞാനത് പറയാൻ വന്നാണ് ആദർശേട്ടനോട്, പക്ഷെ എനിക്കത് പറയാൻ സാധിച്ചില്ല. അതെന്റെ തെറ്റാണ്. പക്ഷെ ഞാൻ ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ആദർശേട്ടൻ ഒരിക്കലും എന്നോട് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണം. പിന്നീട് നയനെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന വക്കീല് വീട്ടിലേക്ക് വരുന്നുണ്ട്. വക്കീല് വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ മുറിക്കകത്തായിരുന്നു. അപ്പം മുത്തശ്ശി പറയാം, ഞാൻ ഇത്രയുടെ സമയം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ മടിയായിരുന്നില്ലേ? ഇപ്പൊ കണ്ടില്ലേ, നയനമോള് വന്ന് പറഞ്ഞപ്പം അനുസരിച്ച് കണ്ടില്ലേ എന്ന് ചോദിക്കണം. ഇതാണ് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, നിനക്കറിയാലോ വസുന്ധരെ, അവളെ എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള കാര്യം. ഈ കുടുംബത്തില് എന്നെ നല്ല എല്ലാരെയും മനസ്സിലാക്കിയിട്ടുണ്ട് അവള്. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം അവൾക്ക് നന്നായിട്ടറിയാം. ഒരു കുടുംബത്തിൽ എങ്ങനെയാണോ ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് ആ കടമകളെല്ലാം അവള് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇന്ന് വരെ ഒരു നല്ല ജീവിതം കിട്ടിയിട്ടില്ല. അവള് സ്വന്തം ജീവിതം ഹോമിച്ചിട്ടാണ് ഇവിടെ ഓരോ നിമിഷവും നിൽക്കുന്നത്. ഇപ്പോഴവള് നിൽക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. എന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് കരുതിയിട്ടാണ് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. ആ നിനക്ക് മനസ്സിലായ കാര്യമല്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ ഇറങ്ങിപ്പോണ്ട. അവൾ ഭയങ്കര അഭിമാനിയാ, നിനക്കത് അറിയാൻ പാടില്ലേ? തെറ്റ് ചെയ്തത് നവ്യായിരുന്നു. പക്ഷെ എങ്കില് നവ്യോടൊന്ന് പോകാൻ കൂട്ടാക്കിയില്ല. അവളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. പക്ഷെ നയനെ അങ്ങനെയല്ല. അവള് അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അവളുടെ ചേച്ചിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്ത, എന്നിട്ട് പോലും അവൾ എന്താ പറഞ്ഞേ, ഞാൻ ഇവിടുന്ന് പൊക്കോളാം, ഞാൻ കാരണം ആർക്കും ഒരു വിഷമം ഉണ്ടാവില്ലെന്നാ പറഞ്ഞേ. അത്രയ്ക്ക് നല്ല മനസ്സിനുടമയാ. അവൾ പറഞ്ഞ എനിക്ക് അനുസരിക്കാൻ പറ്റില്ല, ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആദർശം വന്നിട്ട് പറഞ്ഞു, അതെ മുത്തശ്ശ വക്കീല് വന്നിട്ടുണ്ടെന്ന് പറയണം. പെട്ടെന്ന് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. വക്കീല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ വക്കീല് വന്നു കഴിഞ്ഞപ്പോ ആർക്കും എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ദേവയാനി ജലജയോട് എന്തിനാ പോലും വക്കീല് വന്നേ, എന്താണെന്നും അറിയില്ല. ജലജ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ജലജ കൈമറത്തി. പക്ഷെ മുത്തശ്ശിക്ക് ചില ഡൗട്ടുകൾ അടിച്ചു. ആരും കാണാത്ത സമയത്ത് ജലജ മുറിയിലേക്ക് കയറി ചെന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മുത്തശ്ശിയുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, ബാ എന്ന് പറഞ്ഞ് വക്കീലിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ എല്ലാവരും ഒരു നിമിഷം ഒന്ന് അമ്പരക്കുന്നുണ്ട്. എന്തായിരിക്കും കാര്യം? ഈ സമയത്ത് മുത്തശ്ശി ആ പറയാ പോവാണ്. അപ്പൊ മുത്തശ്ശി കയറി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട, ഞാൻ കുറച്ച് സമയം തനിച്ച് വക്കീലിനോട് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനെ പുറത്താക്കണം. അപ്പൊ മുത്തശ്ശി ഓർത്ത്, ഇത് എന്തായിരിക്കും കാര്യം? തന്നെ പുറത്താക്കിയിട്ട് ഇത്രമാത്രം കാര്യമായിട്ട് വക്കീലിനോട് എന്താ അദ്ദേഹം പറയണമെന്നൊരു ചിന്തയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞുമ്പോൾ തന്നോട് പറയായിരിക്കും. അങ്ങനെ മുത്തശ്ശി ഇങ്ങോട്ട് മാറി പോരുക ചെയ്തേ. ഈ സമയത്ത് ആദർശിന് നയനയ്ക്കോ അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. മുത്തശ്ശൻ എന്തൊക്കെയോ കാര്യമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ എന്താന്ന് ആർക്കും അറിയത്തില്ല. ജയന ഇങ്ങനെ ആദർശിനോട് ചോദിച്ചു, എന്താടാ മോനെ കാണുന്നൊക്കെ? വക്കീലിന് എന്താ വന്നേ, നിനക്കും എല്ലാം അറിയാമെന്ന് ചോദിക്കണം. എനിക്കറിയില്ല അച്ഛാ, ഇതിനെക്കുറിച്ചൊന്നും മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പം മുത്തശ്ശൻ വല്ല വിൽപത്രം എഴുതിക്കാൻ എന്തേലും ആണോ? വയ്യാന്നായി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ അങ്ങനെ തോന്നലൊക്കെ ഉണ്ടായിക്കൂടുന്നില്ല, അതാണോന്ന് ചോദിക്കുന്നുണ്ട്.
പക്ഷെ അതെന്താന്ന് അറിയത്തില്ല അച്ഛാന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും വക്കീൽ ഇറങ്ങി വരുവാണ്. വക്കീൽ ഇറങ്ങി കഴിഞ്ഞ് വക്കീൽ അങ്ങോട്ട് പോവാണ്. പോയി കഴിയുമ്പോഴത്തേനും മുത്തശ്ശനോട് എന്തിനാ മുത്തശ്ശൻ വക്കീൽ വന്നതെന്ന് ചോദിക്കണം. ആദർശിന് ഈ ചോദ്യം കണ്ട മുത്തശ്ശൻ പറഞ്ഞു, നിങ്ങൾ എടുത്തിയാടല്ലേ, ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. നാളെ ഈ സമയമാകുമ്പത്തേനും എല്ലാവർക്കും ഇതേക്കുറിച്ച് അറിയാമെന്ന് പറയണം. നാളെ ആകുമ്പത്തേനും അറിഞ്ഞാൽ മതി എല്ലാവരും പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശൻ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് ജലജയ്ക്കാണ് ഇരിക്കപ്രതിയില്ലായി. ജലജ അബിയോട് പോയി പറഞ്ഞു, എന്തായിരിക്കും അച്ഛൻ എഴുതിയിട്ടുണ്ടായിരിക്കുക, വിൽപ്പത്ത് എഴുതാൻ വന്നാന്ന് ഉറപ്പാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്ത ജലജയുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്താ എഴുതിയത് എങ്ങനെയൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ തങ്ങൾക്ക് ഫേവർ ആയിട്ടാണോ, അതോ ഇനിയിപ്പം അച്ഛന്റെ കാലശേഷം തങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയേണ്ട വരുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരിക്കലും വരത്തില്ല. തനിക്കും ആബിക്കും ഉള്ള എന്താണെങ്കിലും അച്ഛൻ നീക്കി വെക്കും. ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തേലും അല്ലെങ്കിൽ കണ്ടോ, ആ വിൽപ്പത്രം ഒരിക്കലും അത് സെറ്റാകാൻ പോകുന്നില്ല. എന്ത് ചെയ്യണം നീ ജലജയ്ക്കറിയാം. ആ കിളവൻ ഇങ്ങനെ അങ്ങനെ എന്തേലും എഴുതിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തട്ടിപ്പോയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ചിന്ത ജലജയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അത്രയ്ക്ക് വലിയ ക്രൂര മനസ്സാണല്ലോ ജലജയുടെ. ജലജയ്ക്ക് മാത്രം അങ്ങനെ ആവാനും സാധിക്കുള്ളൂ. ഈ സമയമാണെങ്കിൽ നയന അടുക്കളയിൽ ഒരു ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ജാനകി വരുന്നത്. ജാനകി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവള് സോറി കേട്ടോ, നയന ചോദിച്ചു, എന്താ വക്കീൽ എന്താ വന്നതെന്ന് അറിയാവോ ചെറിയമ്മേന്ന്? എനിക്കറിയില്ല, പക്ഷെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ വക്കീൽ വരേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ തട്ടിയിട്ടുണ്ടായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഇനി അങ്ങനെ വിഷമങ്ങൾ തട്ടിയിട്ട് ഇനിയിപ്പോ സ്വത്തുക്കളൊക്കെ ഭാവം വെക്കണം തോന്നിക്കാണോ? തന്റെ കാലശേഷം മക്കൾ തമ്മിൽ ഒരു കാരണവശാലും വഴക്കുണ്ടാവില്ലെന്ന് ചിന്തിച്ചിട്ട് അച്ഛൻ എന്തെങ്കിലും വിൽപ്പത്രം എഴുതാൻ വന്നാണെന്ന് അറിയത്തില്ലോ എന്ന് പറയണം. അത് ശരിയാ ചെറിയമ്മ പറഞ്ഞേ, പക്ഷെ എന്താന്ന് അറിയത്തില്ലോ എന്ന് പറയാണ്. നോക്കിയിരിക്കാന്നല്ല പറഞ്ഞേ, ഒരു ദിവസം വെയിറ്റ് ചെയ്യാനാ എല്ലാവരോടും പറഞ്ഞെന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസമായി കഴിയുമ്പോഴത്തേനും വക്കീല് വരുന്നുണ്ട്. വക്കീല് വന്ന് വിൽപത്രം കൊണ്ടാ വരുന്നത്. അപ്പൊ മുത്തശ്ശൻ എല്ലാരെയും കൂടെ ഹാളിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് വിൽപത്രം വായിക്കാനായിട്ട് വക്കീലിനോട് പറയണം. അങ്ങനെ വക്കീല് വിൽപത്രം വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആദർശം അങ്ങോട്ട് എന്റുവാണ്. ആദർശം അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, ഇതെന്താ വിൽപത്രമാണ് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് തീരുവല്ല, ആദർശം ആ വിൽപത്രം കൂടി മേടിക്കണം വക്കീലിന്റെ കയ്യിൽ നിന്ന്. മുത്തശ്ശൻ പറഞ്ഞു, എന്താ ആദർശം എന്താന്ന് ചോദിക്കണം. മുത്തശ്ശൻ എന്താ വിചാരിച്ചേ? വിൽപത്രമൊക്കെ ഇപ്പൊ എന്തിനാ എഴുതുന്നേ? ഈ വിൽപത്രമൊക്കെ ഉടനെ എഴുതുന്നേ പ്രായമായി നാളെ മരിക്കുമെന്നുള്ളവരൊക്കെയാണ് ഉടനെ ഇതിങ്ങ് എഴുതി വെക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. മുത്തശ്ശൻ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതോർത്ത് മുത്തശ്ശൻ വിഷമിക്കണ്ട കേട്ടോ. ആ മുത്തശ്ശന്റെ വിചാരം എന്താ, അങ്ങോട്ട് വലിയ പ്രായമായെന്നല്ലേ? അങ്ങനെയൊന്നുമില്ല. മുത്തശ്ശന്റെ അസുഖത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശന് ടെൻഷനെങ്കിൽ ആ വിചാരവേ വേണ്ട. അതൊക്കെ അങ്ങോട്ട് വിട്ടു കളഞ്ഞേരെ. എവിടെ ഇപ്പൊ ആർക്കും വിൽപ്പത്രത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിലും ഇതൊക്കെ എന്തിനാ? മുത്തശ്ശനൊരു വിചാരമുണ്ട്. മുത്തശ്ശന്റെ കാലശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ സ്വത്തിന്റെ പേരിൽ കിടന്ന് വഴക്കുണ്ടാകുക അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ആരും പിരിയാനും പോകുന്നില്ല. ഇപ്പൊ ഇവിടെ വിൽപ്പത്രോ സ്വത്തോ പണമൊന്നും ആർക്കും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യം മുത്തശ്ശന്റെ ജീവനാന്ന് പറയാണ്. ഇത് കേട്ട മുത്തശ്ശന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. എന്നാലും ജലജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജലജ പല്ലെറുമാണ്. ഇവൻ എന്നത്തിന്റെ കേടാ ഇത്. കൃത്യസമയത്ത് തന്നെ വലിഞ്ഞു കയറി വന്നേക്കുന്നു പണ്ടാരം. അവനെ ആദ്യം ഓടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് മനസ്സിൽ പറയാണ്. പിന്നീട് ആദർശം എന്ത് ചെയ്യണം, ആ വിൽപ്പത്രം അങ്ങോട്ട് കീറിക്കളയണം. മുത്തശ്ശനൊന്നല്ല, ആരും പ്രതീക്ഷിച്ച കാര്യം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ്. ദേവേനിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, മുത്തശ്ശിക്കും എല്ലാവർക്കും. ദേവേനി പറഞ്ഞു, ഇത്രയും കാലം നീ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല കാര്യവും മോനെ ഇപ്പം നീ ചെയ്തേന്ന് പറയാണ്. മുത്തശ്ശൻ്റെയും കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.